ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മൾ ഒരു ഹാപ്പി സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷം നമ്മളൊരു ലോങ് ട്രിപ്പ് ജസ്റ്റ് ഫോർ എക്സ്പ്ലോറിംഗ് ആയിട്ട് പോവാണ്. നമ്മൾ കൂടുതൽ ബിസിനസ് ട്രിപ്സും അങ്ങനെയൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ദിസ് ഇസ് പ്യുവർലി ഫോർ എക്സ്പ്ലോറിംഗ് ആൻഡ് ബ്രിങ്ങിങ് ബാക്ക് അവർ ഫേവറേറ്റ് ട്രാവൽ കോണ്ടന്റ്. സോ അതിനുവേണ്ടി പ്രിയ ഔട്ട്ഫിറ്റ്സ് കുറച്ച് സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് ഒരു ഹാപ്പി സ്റ്റോറിൽ. അതിനോട് ക്രിസ്മസും കൂടെ അല്ലേ, സോ കുറച്ച് ക്രിസ്മസ് ബേസും അതുപോലെ കുറച്ച് ട്രാവൽ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ആയിട്ട് പ്രിയ സെലക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. സോ ഡ്രസ്സ് ഇഷ്ടമുള്ളവർക്ക് ഇന്നത്തെ വ്ളോഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ കളർഫുൾ വ്ളോഗ് ഫോർ ഷുവർ. സോ വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ് ഫ്രം ഒരു ഹാപ്പി സ്റ്റോർ. എന്താണ് അങ്ങനെ പ്രിപ്പറേഷൻസ്? ക്രിസ്മസ് ഔട്ട്ഫിറ്റ്സ് ആണ് നമ്മുടെ ഷോപ്പിലത്തെ. കുറച്ച് എൻ്റെ ഫേവറേറ്റ് ആയ കുറച്ച് ക്രിസ്മസ് ഔട്ട്ഫിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ക്രിസ്മസ് ആണ്, എല്ലാവരും നമ്മുടെ ഷോപ്പിൽ വരും. ഡീകോറുണ്ട്, ബെഡ്ഷീറ്റ്സ് ഉണ്ട്, ഡ്രസ് ഉണ്ട്, ജ്വല്ലറി ഉണ്ട്, ബാഗ് ഉണ്ട്. ബാഗ് കാണിക്കാൻ പറഞ്ഞു. വെബ്സൈറ്റും ഉണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ ഇതല്ല നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ്റെ ഔട്ട്ഫിറ്റ്സും നമ്മുടെ സ്പാർക്കിളിന്റെ ജ്വല്ലറിയും ബാഗും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, ഒരു happystore.com. സോ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്സ്, പിന്നെ നമ്മുടെ ട്രാവലിനുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സും ഇടുന്നതായിരിക്കും. സോ ഇത് എന്ത് ടൈപ്പ്? ഇത് ചന്തേരി ഫാബ്രിക്കിലെ ഡ്രസ്സാണ്. ഇവിടെ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഇങ്ങനെ നെറ്റ് വന്നിട്ട് ഫ്രീസ് വന്നിട്ടുണ്ട്. ഒരു എലഗന്റ് ആയ ക്രിസ്മസിന് ഇടാം, അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ആണല്ലോ വേണ്ടത്, അതിന് മാത്രം ഉപയോഗിക്കുന്നതല്ലല്ലോ. അപ്പൊ ഇത് എന്തിനും നമുക്ക് പള്ളിയിൽ പോണെങ്കിലോ ഏതെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷന് പോണെങ്കിലോ ക്രിസ്മസിനോ ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഇത് മാച്ച് ആണോ. ഇതാണ് ഔട്ട്ഫിറ്റ് നമ്പർ 2. അപ്പൊ ഇത് വന്നിട്ട് വേറൊരു പുതിയ ബ്രാൻഡിന്റെ ആണ്. ഇതും ഇതുപോലെ തന്നെ ക്രിസ്മസ് വെയറും അല്ലാത്ത ഫംഗ്ഷൻ വെയറിനൊക്കെ ഇടാം. ഇതും ഫുൾ ചന്തേരിയിൽ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുകയാണ്. അകത്തൊരു സ്ലിപ്പും വരും. ഇതിന് ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ വെലോറ ബാഗാണ്. റെഡ് ഇട്ട് തകർക്കണം. ഞാൻ പറഞ്ഞാണ് ഒരു ദിവസം റെഡ് വേണം അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഷോപ്പിലെ റെഡ് കഫ്താൻ. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമുക്ക് ക്രിസ്മസ് മാത്രമല്ല അല്ലാതെ ഫംഗ്ഷനും ഇടാം. ഇതിന്റെ താഴെ ഇവിടെ ഒരു ഫ്ലവർ എംബ്രോയിഡറി സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുണ്ട്. അതിന് മാച്ചിങ് ആയിട്ടുള്ള പേഴ്സും ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഫ്ലവറിന്റെ കമ്മലും ഇട്ടിട്ടുണ്ട്. ഇത് ഹാൻഡ് എംബ്രോയിഡറി ആ ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ട് ഡ്രസ്സിൽ കാണിക്കുന്നത്. ഇത് ആക്ച്വലി കാഷ്വൽ വെയറിനും ഇടാം, ഫംഗ്ഷനും ഇടാം അല്ലേ. വേണമെങ്കിൽ നടുക്കൊരു ഗോൾഡൻ ബെൽറ്റ് ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റൈൽ ചെയ്യാം. ഇത് കണ്ടോ, അതിനോട് മാച്ച് ചെയ്ത നമ്മുടെ വെലോറയുടെ ബാഗാണ്. ഇത് വെൽവെറ്റ് ആണ്, ഒരുവിധം അല്ലേ? വെൽവെറ്റ് ആണ്, വെൽവെറ്റ് ആണ് വിത്ത് സ്റ്റോൺ അല്ല മെറ്റലിന്റെ ഗ്രിപ്പാണ്. മെറ്റൽ അല്ല, ഇത് സ്റ്റോൺസും മെറ്റൽസും ഉണ്ട് പ്രിയ. മെറ്റലിന്റെ സ്റ്റോൺ എംബെഡഡ് ചെയ്തിരിക്കുക. സോ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. കമ്മല് നമ്മുടെ സ്പാർക്കിളിന്റെ കമ്മലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഫ്ലവർ ആയതുകൊണ്ട് ഞാൻ ഇതിനും കൂടെ മാച്ചിങ് ആയിട്ട് ഇട്ടത്. ഇങ്ങനെ ഇറങ്ങി വരുമ്പോ തന്നെ ആൾക്കാർ അവിടെ നിന്നൊക്കെ നോക്കുവാണ് കേട്ടോ. എന്ത് ചെയ്യാന്ന്, ഭയങ്കര സ്റ്റൈലിഷ് ആണ് ഞാൻ. ഇനി ഇങ്ങനെ നടന്നാ മതി. എങ്ങനെയാ നമ്മള് വ്ളോഗിംഗ് പോകുമ്പോ ഓരോ വ്ളോഗും ഇതുപോലെ കളർഫുൾ ആയിട്ട് നല്ല നല്ല ഡ്രസ് ഇടുക. ഇതില് ഞാൻ മാത്രമേ ഉള്ളൂ ഷോപ്പിൽ, അല്ലാത്തതെന്നല്ല ബാക്കിയുള്ള എല്ലാം ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഡ്രസ്, കമ്മല്, മാല എല്ലാം ഷോപ്പിലത്തെ. ഇതെല്ലാം ഇപ്പൊ വന്ന് സ്റ്റൈൽ ചെയ്താണ്. സോ ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത ഇയറിംഗ് ഡ്രസ്സിന്ന് തുടങ്ങാം. ഇത് ഒരു കഫ്താൻ ക്രിസ്മസ് ബേസ്ഡ് ക്രിസ്മസ് ബേസ്ഡ് ആണ്. കളർ തീം ക്രിസ്മസ് ആണല്ലോ. ഗ്രീനും ഉണ്ട്, റെഡും ഉണ്ട്. ലോങ് കഫ്താൻ. ബാക്ക് തിരിഞ്ഞ ബാക്ക് തന്നെ. ഓ നൈസ്. കേട്ടോ, ലോങ് കഫ്താൻ. അപ്പൊ അത് പ്ലെയിൻ ആയതുകൊണ്ട് അതിനെ കുറച്ച് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി കുറച്ച് എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ട് ഞാൻ ഈ മാല ഇട്ടിട്ടുണ്ട്. അതിലൊരു ഗ്രീൻ സ്റ്റോൺ ഉണ്ട്. ഇത് നമ്മുടെ ഷോപ്പിലത്തെ മാലയാണ്, ജ്വല്ലറി ആണ്. അതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പാർക്കിളിന്റെ ബാഗാണ് ഇതിന്റെ. ഇത് കണ്ടോ, സോറി വെലോറയുടെ ബാഗാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെ സ്റ്റൈൽ ചെയ്യാൻ ഒരു പാർട്ടി വെയർ ബാഗാണ്. ഈ റിംഗ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ കിട്ടും. ഇതെല്ലാം വെച്ച് നമ്മൾ സ്റ്റൈൽ ചെയ്യണം. ഈ പ്രിയക്ക് ഇടയ്ക്ക് എല്ലാരും പ്രിയയുടെ വിചാരം പ്രിയ വണ്ണം വെച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒന്നും ഇടാത്തത്. എല്ലാരും ഇപ്പൊ പറയും നോക്കിക്കോ, പ്രിയ ചേച്ചി ഇങ്ങനെയൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ സൂപ്പറാന്ന്. നിങ്ങൾ കോൺഫിഡൻസ് കൊടുക്കും, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല, നിങ്ങൾ പറഞ്ഞാലേ വിശ്വസിക്കുള്ളൂ. എന്ത് രസം നോക്കി ഇങ്ങനെയൊക്കെ ഇട്ട് നടക്കുമ്പോ. വണ്ടി വന്ന് ഇടിച്ച് പോവും. അതിന്റെ ട്രിപ്പിന് ഞാനും വേദം ഒറ്റയ്ക്ക് കൊണ്ടുവരും. വെരി നൈസ്.
ഇത്രയും നല്ല ക്രിസ്മസ് ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്താ ഇതൊന്നും പബ്ലിസൈസ് ചെയ്യാത്ത പ്രിയ? അതല്ലേ ഇപ്പൊ ചെയ്യുന്നേ. നമ്മുടെ ഷോപ്പിലുള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ പബ്ലിസൈസ് ചെയ്താലേ നിങ്ങളൊക്കെ വന്ന് ഷോപ്പ്. പിന്നെ എന്താ ഇത് ആക്ച്വലി? ഗൗണാ? ഗൗൺ ആയിട്ട് ഇടാം, ലൈക്ക് ഡ്രസ് ആയിട്ട് ഇടാം. ഇതില് ഇങ്ങനത്തെ സീക്വൻസ് വർക്ക് ഉണ്ട്. സ്ലീവ്ലെസ് ആണ്. താഴെ ഒരു ഫ്രില്ല് പോലെ ഉണ്ട്. അതൊരു ഹൈലൈറ്റ് ആട്ടോ, നല്ല ഭംഗിയുണ്ട്. ഒരു അറ്റാച്ച്ഡ് ഫ്രില്ല്. സിമ്പിൾ ഡ്രസ് ആണ്. പക്ഷെ അതിന്റെ കൂടെ ഇയറിംഗ് ഓൾസോ ഇസ് ഗോയിങ് റിയലി ഗുഡ്. ഇയറിംഗ് ഞാൻ അത് മറ്റേ പിയാനോ പോലെയുണ്ട്, ഇങ്ങനെ വായിക്കാൻ തോന്നുന്നു എനിക്ക്. പിയാനോ പോലത്തെ ഇയറിംഗും. മോതിരം നോക്ക്, എത്ര ബട്ടർഫ്ലൈസ് ആന്ന് നോക്ക്. ബട്ടർഫ്ലൈ അല്ല, ഫ്ലവേഴ്സ്. അത് സോറി. ബാഗും ഉണ്ട്. ഫുൾ ലുക്ക് വരുമ്പോ ഇങ്ങനെ വരും. നിങ്ങൾ ഇങ്ങനെ നടന്നു പോയാൽ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിരിക്കും അല്ലേ? അതിൻ്റെ കൂടെ റൂബി കൂടെ ലിപ്സ്റ്റിക് കൂടെ ആണോ? വെരി നൈസ്. ലിപ്സ്റ്റിക് ഇടുന്നത്. ഓക്കെ, അടിപൊളി. തംസ് അപ്പ്. ഇത് കുറച്ചും കൂടെ സട്ടിലായിട്ട് എല്ലാ ടൈപ്പും ഉണ്ട്. നിങ്ങൾക്ക് ഗ്രാൻഡ് വേണമെങ്കിൽ ഗ്രാൻഡ്, നടുക്ക് നിൽക്കണമെങ്കിൽ നടുക്ക്, സട്ടിൽ വേണമെങ്കിൽ സട്ടിൽ. എവറിത്തിങ് ലുക്സ് നൈസ്. ആൻഡ് പ്രിയയുടെ സ്റ്റൈലിങ്ങിന് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇതിൻ്റെ കൂടെ ഭയങ്കര ബ്ലിങ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ലുക്ക് പോയാനെ. അപ്പോൾ കുറേ ഏർതി ആയിട്ടുള്ള ബാഗും അതിന് മാച്ച്. ഇത് എവിടെ നിന്ന് ഇതൊക്കെ കണ്ടുപിടിച്ച് വരുന്നത്? ഞാൻ ഷോപ്പിൽ കണ്ടിട്ടില്ല കേട്ടോ ഇതൊന്നും. ഞാൻ അവിടെ ഓരോന്ന് സാധനം പിക്ക് ചെയ്യുമ്പോ എന്തിനാ ഇത് ചോദിക്കൂലേ? ഷോപ്പിലേക്ക് അങ്ങനെ ചോദിക്കാറില്ല, സ്വന്തമായിട്ട് വാങ്ങുമ്പോഴേ ചോദിക്കാറുള്ളൂ. സ്വന്തമായിട്ട് വാങ്ങുമ്പോ ഇതിങ്ങനെ സ്റ്റൈൽ ചെയ്യുമ്പോ പല ടൈപ്പ് കമ്മലൊക്കെ വേണ്ടേ? എന്നാ കാര്യം പറ. അപ്പൊ ഇത് നമ്മുടെ കോട്ടൺ ആണ്. ഇത് ഫ്രഞ്ച് നോട്ട് എംബ്രോയിഡറി ആണ്. എന്ത്? ഫ്രഞ്ച് നോട്ട് എംബ്രോയിഡറി. ഓക്കെ, ഫ്രഞ്ച് നോട്ട് എംബ്രോയിഡറി. ഓക്കെ, അങ്ങനെയാണ് പൂവായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ഇത് ശരിക്കും പറഞ്ഞാൽ നോർമൽ വെയർ ആയിട്ട് ഇടാം. അല്ലാതെ നമുക്ക് ഗ്രാൻഡ് ആക്കണമെങ്കിൽ ഇതുപോലെ വലിയ കമ്മലൊക്കെ ഇട്ടിടാം. സിമ്പിൾ കമ്മലിട്ട് ഡെയിലി വെയർസ് നല്ലതായിരിക്കും. കുറച്ചും കൂടെ നല്ല സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഡെയിലി വെയർ ആയിട്ട് പറ്റിയതാ. സ്ലീവ്ലെസ് കൂടെ ആണല്ലോ. അതെ. പിന്നെ അതിന് അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു കമ്മല ഞാൻ മാച്ച് ചെയ്ത് ഒരു ബാലി വൈബ്. ബാലി വൈബിലുള്ള ആക്ച്വലി ബീച്ച് ക്ലബിലും ഇടാം കേട്ടാ. കേട്ടാ. അപ്പൊ അതിനോട് മാച്ച് ചെയ്ത് നമ്മുടെ വെലോറയുടെ ബാഗും വെച്ചു. ഇത് സിമ്പിൾ ബട്ട് നൈസ് അല്ലേ? ഒരു പാർട്ടി വെയർ അല്ല, ബട്ട് സിമ്പിൾ ആൻഡ് നൈസ്. അടിപൊളി. കഴിഞ്ഞപ്പോ ഇനി ബാങ്കോക്ക് ഫാഷനെ കുറച്ച് ഇട്ട് കാണിക്കാം. മാലാകയോ? അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. സ്വർഗം ഇവിടെ ഉണ്ട് പുറകില്. സ്വർഗത്തിൽ ഇറങ്ങി വന്ന വീട് സ്വർഗം. അത് സത്യമാണ്. ഞാൻ മാലാക. പക്ഷെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്റെ ജീവിതം നരകമാക്കാനാണോ? അത് പറയാനാ ഞാനിത് ഇരട്ടി പറഞ്ഞേ. അതല്ല, ഭാര്യയാണ് എന്റെ മാലാഖ. അങ്ങനെ ഒരു സിനിമയുടെ പേരുണ്ടല്ലോ, എന്താ പേര്? അങ്ങനെ എന്തോ ആണ്. ആസിഫ് അലിയുടെ എന്റെ ഭാര്യയാണ് എന്റെ മാലാഖ. അതൊന്നും അല്ല. പിന്നെ അതാണ് മോട്ടോ യു ഹാവ് ടു കീപ്. എന്ത്? എന്റെ ഭാര്യയാണ് എന്റെ മാലാഖ മേരിയാൻ. അത് അന്തിനോട് ചോദിച്ചാൽ മതി. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഞാൻ മേരിയാന് പറയാനുള്ള സാധനം, മേരിയാനൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു സ്റ്റൈൽ ഡ്രസ്സാണ്. എനിക്ക് ഇതിട്ടപ്പോ മേരിയാനെ ഓർമ്മ. ഇതുണ്ടല്ലോ ഇട്ട പോലെ ഇല്ല. ഇട്ട നമ്മള് ഇത് ചന്തേരി ഫാബ്രിക് ഭയങ്കര സോഫ്റ്റും ഭയങ്കര ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ ഫാബ്രിക്. ചന്തേരി ഭയങ്കര ബ്രീസി ആൻഡ് ഭയങ്കര എയറി ഫീൽ ആണ് നമുക്കിത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഡ്രസ്. ആൻഡ് ഇത് കണ്ടോ, ഇത് ഫ്ലവർ ഒക്കെ കൊടുത്തിരിക്കുന്നത് പ്രിൻസ് ആണ്. നല്ല മോട്ടീഫ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ക്ലാസി അല്ലേ? ഭയങ്കര ക്ലാസി ആയിട്ട്. അതിന്റെ കൂടെ കറക്റ്റ് ആയിട്ട് കുറച്ച് കോൺട്രാസ്റ്റ് എടുത്ത് നിൽക്കുന്ന നല്ലൊരു ക്ലാസി ബൊട്ടേഗ പോലത്തെ ഒരു ബാഗും. ബൊട്ടേഗ ഇൻസ്പയർഡ് ബാഗാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്, നമ്മുടെ വെലോറ ബ്രാൻഡിന്റെ. അതുപോലെ തന്നെ ഞാൻ സിമ്പിൾ ആൻഡ് സട്ടിൽ ആയിട്ട് ഞാൻ ഇയർ കഫ്സും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ബാങ്കിൾ. സിമ്പിൾ പക്ഷെ നൈസ്, പവർഫുൾ. അതെ, സിമ്പിൾ ആണ് പക്ഷെ പവർഫുൾ ആണ്. അതാണ് ഇതിന്റെ ഐഡിയ. കൊള്ളാല്ലേ? ആ സെയിം കളർ കാറും വരുന്നുണ്ട്. മാറ്. അപ്പോ ഇതും ഇതുമാതിരി തന്നെ ക്രിസ്മസിന് ഇടാം, ഫംഗ്ഷൻ വെയർ ഇടാം, അല്ലാതെ കാഷ്വൽ ആയിട്ടും ഇടാം. നമ്മളിങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഇടാം. അല്ലെങ്കിൽ സാധാരണ ഒരു സ്റ്റഡ് ഒക്കെ ഇട്ട് കാഷ്വൽ വെയർ ആയിട്ട്. നമുക്ക് ചെറിയ ബ്രേക്ക് എടുത്തിട്ട് കോഫി ഒക്കെ കുടിച്ച് നമുക്ക് ബാങ്കോക്ക് ഫാഷനും കൂടെ കാണിക്കാം. സിനിമയുടെ പേരെന്താണ്? കെട്ടിയോളാണ് എന്റെ മാലാഖ. അത് എപ്പോഴും പറയോ? രാവിലെ എണീക്കുമ്പോ കെട്ടിയോളാണ് എന്റെ മാലാഖ. തിരിഞ്ഞു നോക്കുമ്പോഴോ മാലാഖ മാസ്ക് വെച്ച് കിടക്കട്ടോ. രാത്രി കെട്ടിയോളാണ് എന്റെ മാലാഖ. മോള് കിടന്നു ഇങ്ങനെ വേണം ഉറങ്ങാൻ. ശരി, ഉറങ്ങാം.
നമ്മുടെ ഷോപ്പൊക്കെ പ്രിയ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷൻ ആണ്. പ്രിൻസ് ഇരുന്ന് കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്തതാണ്. പ്രിൻസും നമ്മുടെ സ്റ്റാഫും. പ്രിൻസിനെ ഇരുത്തി ഞാൻ ചെയ്യിപ്പിച്ചതാണ്. പാവം എക്സാം ആയിട്ട് തലേ ദിവസം 2 ദിവസം മുമ്പ് കണ്ടിരുന്ന് ചെയ്തതാണ്. അതിപ്പോ ഷോപ്പിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാർ ഇതേ കയറിയിരിക്കുന്നു. അതെപ്പോ കയറി മരത്തില് അതൊക്കെ കേട്ടിച്ചു ഞാൻ. നല്ല കിഡിലൻ സ്റ്റാർ ആണ്. സോ വി ആർ ഫീലിംഗ് വെരി ക്രിസ്മസ്. ടോട്ടലി ഒരു ഹാപ്പി മൂഡാ അല്ലേ? റെയിൻഡിയറിന്റെ ലൈറ്റ് ഓൺ ചെയ്തേ. ആ ഫ്രണ്ടിലെ ഡിയറിന്റെ റെയിൻഡിയർ നോക്കും പറഞ്ഞ എന്ത് മഴയാ. ഇനി കുറച്ച് ബാങ്കോക്ക് ഫാഷൻ ഔട്ട്ഫിറ്റ്സ് കാണിക്കാൻ. കാരണം ഇതൊക്കെ ഇട്ടായിരിക്കും നമ്മൾ നമ്മുടെ അടുത്ത ട്രിപ്പിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. എവിടെ കഴിഞ്ഞില്ലേ? സൂപ്പർ. നമ്മുടെ പുതിയ കളക്ഷൻസ് ആണ് ബാങ്കോക്ക് ഫാഷനിലെ. കൊള്ളാലോ. സിമ്പിൾ ഫ്രില്ലി ബട്ട് യെറ്റ് സിമ്പിൾ യെറ്റ് എന്താ പറയുക സ്റ്റൈലിഷ്. എലഗന്റ് അല്ല, സ്റ്റൈലിഷ് ആയത്. അതിന്റെ എസ്പെഷ്യലി അതിന്റെ സ്ട്രാപ്സിന്റെ ഒക്കെ കട്ട്. ഇതിന്റെ തന്നെ ഈ പിങ്ക് ഷെയ്ഡും ഉണ്ട്, പിന്നെ ഇതാ ബ്ലൂ ഉണ്ട്. ഓക്കെ, 2 കളേഴ്സ്. നന്നായിട്ടുണ്ട്. നന്നായിട്ടില്ലേ? ഇതും ഇതുമാതിരി തന്നെ ക്രിസ്മസ് വെയർ ആയിട്ടും ഇടാം, അല്ലാതെ നമുക്ക് ഒരു സമ്മർ വെയർ ആയിട്ടും ഇടാം. വെക്കേഷൻ ഒക്കെ പോകുമ്പോ ഇപ്പൊ പോകുന്ന പോലെ. നമുക്ക് വെക്കേഷൻ അല്ലല്ലോ, ട്രിപ്പ് പോകുമ്പോഴാണ് ഏറ്റവും സ്ട്രെസ്. ഇത്രയും കണ്ടന്റ് എടുക്കണം, എഡിറ്റ് ചെയ്യണം, ഇടണം, പിറ്റേ ദിവസം പിന്നെയും പോകണം. വിചാരം ഞങ്ങൾ അങ്ങ് ടൂറിൽ പോകുമ്പോ അങ്ങ് എൻജോയ് ചെയ്യാന്ന്. പക്ഷേ വീട്ടിലിരിക്കുമ്പോഴാണ് എൻജോയ് ചെയ്യുന്നത്. സത്യമാണ്, നമ്മള് ബിഹൈൻഡ് ദ സീൻസ് കാണിച്ചാൽ നിങ്ങൾ മനസ്സിലാവും എത്രത്തോളം സ്ട്രെസ്ഫുൾ ആണ് നമ്മളുടെ ജോബ് എന്നുള്ളത് അല്ലേ? ട്രാവൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കാട്ടി പാടുണ്ടല്ലോ, വേറെ ഇല്ല. ഭയങ്കര പാടാ ശരിക്കും. അതിനോട് അതും ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഫാമിലി മാത്രമല്ല, ക്ലൈമറ്റ് നോക്കണം, പ്ലാൻ ചെയ്യണം, എഡിറ്റ് ചെയ്യണം, കറക്റ്റ് ടൈമിന് അവിടെ എത്തണം, എല്ലാം നോക്കണ്ടേ. അതിന്റെ ഇടയ്ക്ക് എന്റെ ഹെൽത്ത് നോക്കണം. അതെ. അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനത്തെ ഒക്കെ ഔട്ട്ഫിറ്റ്സ് ആയിരിക്കും ഇടുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒരു 3 നാളെല്ലാം കാണിക്കാം. പ്രിയ ഇവിടെ നിന്നാണ് ഓരോന്ന് പറക്കിക്കൊണ്ട് സ്റ്റൈൽ ചെയ്യുന്നത്. നമ്മുടെ ഫുൾ ബാഗ്സിന്റെ ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഓബിയസ്ലി ഇനി കുറേയും കൂടി ഉണ്ട്. ഇപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ന്യൂ ഇയർ ക്രിസ്മസ് ആയതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഇവന്റ് റെഡി ബാഗ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് പാത്തു നച്ചിൻ്റെ ഫേവറേറ്റ് ആണ് ചെറുത്. പ്രിയയുടെ ഫേവറേറ്റ്സ് ഇത്. മമ്മിൻ്റെ ഫേവറേറ്റ് എവിടെ? അതെ, ഇങ്ങനത്തെ പാറ്റേൺസ്. സോ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഉണ്ട്. ഇതൊക്കെ നല്ല കിഡിലൻ ബാഗ്സ് ആണ്. സോ പ്ലീസ് ഡു കം ആൻഡ് വിസിറ്റ് ഒരു ഹാപ്പി സ്റ്റോർ. ഇങ്ങനത്തെ ബാഗ്സും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഡീകോർ, നമ്മുടെ ലാൻഡ് മാർക്ക് ടീ സെറ്റ്, ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവാത്ത ലാൻഡ് മാർക്ക് ടീ സെറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ചെറിയ ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. ക്രിസ്മസ് ബേസ്ഡ് ഡീകോസ് ഉണ്ട്. പിന്നെ നമ്മുടെ വോൾട്ടൻസ് ബുട്ടിക് മെൻസിൻ്റെ ഷർട്ട്സ് ഞാൻ കുറച്ച് ഇതിട്ട് വീഡിയോ കാണിക്കാം ഏതെങ്കിലും ഒരു ബ്ലോഗിൽ. നല്ല കുറേ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കഫ്താൻസും പ്രാണയുണ്ട്. അതിനൊക്കെ ഉപരി നമ്മുടെ സ്റ്റോപ്പിലുള്ള എല്ലാവരും പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്ന് റീഫിൽ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് പാക്ഡ് വിത്ത് ന്യൂ കളക്ഷൻസ്. ഡിസൈനർ ബ്രാൻഡ്സും ഉണ്ട്, നോർമൽ ബ്രാൻഡ്സും ഉണ്ട്, ഡെയിലി വെയർ ബ്രാൻഡ്സും ഉണ്ട്, ജ്വല്ലറീസ് ഉണ്ട്, ബാഗ്സ് ജൂട്ടിക്സിൻ്റെ പോലത്തെ നമ്മുടെ രാജസ്ഥാനി ബാഗ്സ് ഉണ്ട്. സോ യു ഗോട്ട് ഓൾ ദ വെറൈറ്റി യു കെൻ ആസ്ക് ഫോർ ഇൻ ഒരു ഹാപ്പി സ്റ്റോർ. അടുത്ത ഡ്രസ്സും ഇതൊക്കെ ഭയങ്കര സിമ്പിളും ആണ്. ആ സമയത്ത് ഒരു യൂറോപ്യൻ ലുക്കും ഉണ്ട്. എന്റെ ഏറ്റവും ഒരു ഗുണം എന്താ അറിയോ, ഏത് ഡ്രസ് ഇട്ടാലും ഇവിടെ വന്ന് ഏതാ കമ്മല് വേണ്ടെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യും. കളേഴ്സും ഉണ്ട്, മറ്റേ റത്തൻ ടൈപ്പും ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീലും ഉണ്ട്. എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതോടെ പ്രിയക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഇടയായിട്ട് നമുക്ക് ഫുൾ സെറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഡ്രസ് ചെയ്യാൻ എടുക്കുന്ന എഫേർട്ട് കേട്ടോ. പണ്ടൊക്കെ മടിയായിരുന്നു മാച്ചിങ് ഒക്കെ ചെയ്യാൻ. തപ്പി എടുക്കണം കമ്മലൊക്കെ. ഇതിപ്പോ എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതുകൊണ്ട് അതെല്ലാം ബൈഹാർട്ടോ എല്ലാം എവിടെ ഉണ്ടെന്ന് ഇത് എടുക്കാം. നമുക്ക് ഇതിനെ മാച്ച് ചെയ്ത് പെട്ടെന്ന് കിട്ടും. ഡ്രസ് ഫുള്ള് കാണാൻ വയ്യ. നല്ല രസമുണ്ട്. യൂറോപ്യൻ സ്റ്റൈൽ കോട്ടനും അല്ലേ? കോട്ടനാ. ഇവിടെ ഒരു റെഡ് ഫ്രിൽസും വന്നിട്ടുണ്ട്. അതിന്റെ ബട്ടൺസും നല്ല രസമുണ്ട്. ഹാർട്ടില് 2 കണ്ണാണ് കൊടുത്തിരിക്കുന്നത് കേട്ടാ, ഹാർട്ട് ഷേപ്പ്. അതുകൊണ്ട് ഞാൻ അത് മാച്ച് ചെയ്ത് ഇയറിംഗ് ഇട്ടിട്ടുണ്ട്. സോ ദിസ് ഈസ് ഓൾസോ വെരി നൈസ്. നല്ല രസമുണ്ട്. കുറെ നേരം ആയല്ലോ. എങ്ങനെയുണ്ട്? ഞാൻ പറയുവാണ്, ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ വിശ്വാസം വരില്ല. റാദർ ദാൻ യുവർ ഇതുവരെ ഇട്ടുകൊണ്ടിരുന്നതിനെ കാട്ടി ബെറ്റർ ഇങ്ങനത്തെ അത് മിക്സ് ചെയ്തിടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ ബിക്കോസ് യു ലോസ്റ്റ് വെയിറ്റ്, യു ആർ ലുക്കിംഗ് ഫിറ്റ്, യു ആർ ലുക്കിംഗ് യങ്. ഇനി ബർത്ത്ഡേ കഴിഞ്ഞതാണോ എന്ന് അറിയില്ല. ആൾക്കാർ കമന്റ് ചെയ്യും ഇങ്ങനത്തെ ഡ്രസ്സ് അതൊക്കെ ഉണ്ട്. ഐ ഫീൽ ഇങ്ങനത്തെ ഡ്രസ്സും മിക്സ് ചെയ്തിടുക, ദാറ്റ് യു കംഫർട്ടബിൾ. പക്ഷെ ഇങ്ങനത്തെ ഇടയ്ക്ക് ഇടുക, സോ ദാറ്റ് വിൽ ബി എ ചേഞ്ച്. സൂട്ട് ചെയ്യുന്നുണ്ട്, ഒരു വൃത്തിയോടും ഇല്ല.
അറിയാലോ. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു പാച്ച് വർക്ക് പോലത്തെ ഡ്രസ്സാണ്. ദിസ് ഇസ് ആക്ച്വലി ഓൾസോ വെരി ലൈറ്റ് വെയിറ്റ്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റും, അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. സമ്മർ വേഴ്സ് ആയിട്ട് പറ്റും. ഇങ്ങനെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡ്രസ്. ഇങ്ങനത്തെ ഇറ്റ്സ് വെരി നൈസ്. ആൻഡ് അത് നോക്ക്, ഇതിന്റെ നടുക്കത്തെ ആ പാച്ചിന്റെ പോലത്തെ കളറാണ് പ്രിയയുടെ ഇയറിംഗ്സും വന്നിരിക്കുന്നത്. എന്താന്നറിയില്ല, എനിക്ക് തോന്നുന്നു ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പ്രിയക്ക് ഒരു 5 വയസ്സ് കുറഞ്ഞു തോന്നുന്നു. എല്ലാ ദിവസം ബർത്ത്ഡേ ആയിരുന്നെങ്കിൽ അയ്യോ വേണ്ട, പിന്നെ എടുത്തോണ്ട് കിടക്കേണ്ടി വരും. ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ പോലെ. പ്രിയക്ക് 5 വയസ്സായിട്ടുള്ളൂ. ഒരു സൈഡ് പ്രിയ, ഒരു സൈഡ് വേദു. അതെ, നല്ല അരിയില്ലേ. ഇതെല്ലാം ലുക്കിംഗ് വെരി നൈസ്. ഇത് ഓൾസോ കോട്ടൺ സ്ട്രാപ്പ് ഉള്ള ഒരു ഡ്രസ്സാണ്. വേറെ പ്രത്യേകിച്ചും പറയില്ല, ഇങ്ങനത്തെ ആയിരിക്കും ഹോപ്പ്ഫുള്ളി പ്രിയ ഇടുന്നത്. ഫ്ലൂയിഡ് ഡ്രസ് ഇടുന്നത്. ലാസ്റ്റ് കുറെ കഫ്താൻസ് എടുത്തോണ്ട് വരും. അവിടെ പോകുമ്പോ എല്ലാരും കാത്തിരിക്കുമ്പോ മതി. എത്ര നേരമായി? ഫൈനലി ഞാൻ എന്റെ ഔട്ട്ഫിറ്റിലേക്ക് വന്നു. കേറി ഗൈസ്. ഇത് കൊള്ളാം കേട്ടോ. ഇത് ഉണ്ടെങ്കിലുണ്ടല്ലോ, പ്രിയനെ ഏതെങ്കിലും ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കഴിഞ്ഞാൽ പ്രിയ പറന്ന് കാഴി എത്തും. ബാറ്റ്മാൻ അങ്ങനെ കാണിക്കട്ടെ, വെറുതെ കൈ നീട്ടി വെച്ചാൽ മതി. പക്ഷെ സ്റ്റൈലിഷ് അല്ലേ? സ്റ്റൈലിഷ് ഒക്കെയാണ്. ഇങ്ങനത്തെ സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ്സ് നിങ്ങൾക്ക് ബാങ്കോക്ക് ഫാഷൻ അല്ലാതെ വേറെ എവിടെ കിട്ടും? അത് കാടാ ഇല്ലേ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ തായ്ലൻഡിൽ പോകേണ്ടി വരും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത്. അതിനേക്കാളും ഭേദം ലാഭമല്ലേ ഇവിടെ ഹാപ്പി സ്റ്റോറി വന്നെടുക്കുന്നത്. പക്ഷെ ഇത് ഒറ്റ പീസേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇത് വേണമെങ്കിൽ നീ സ്ക്രീൻഷോട്ട് ഒന്ന് ഒരു ഹാപ്പി സ്റ്റോറിലേക്ക് അയച്ചിട്ടെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് എൻക്വയറി ചെയ്തിട്ട് വന്നാൽ മതി. അപ്പൊ സ്റ്റാഫ് പറയും, അയ്യോ മാം അത് എനിക്ക് തോന്നുന്നു പ്രിയ മാം കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറയും. മാച്ചിങ് കമ്മലും ഉണ്ട്. ഇത് നമ്മുടെ ഹാപ്പി സ്റ്റോറിലുള്ളതാ. ഇതല്ലെങ്കിലും നമ്മൾ ഫുള്ളി സ്റ്റോക്ക്ഡ് ആണ്. ഷോർട്ട് ടോപ്സ് തൊട്ട് ലോങ് ടോപ്സ്, ഡ്രസ്സസ്, എവറിത്തിങ് ഇസ് സെറ്റ് ഓവർ ഹിയർ. ഇതൊരു ക്രിസ്ത്യൻ ഡിയോർ ഇൻസ്പയർഡ് പാറ്റേൺ ആണ്. ബാഗിലൊക്കെ കണ്ടിട്ടില്ലേ ക്രിസ്ത്യൻ ഡിയോർ പ്രിന്റ്? നല്ലതാ. വെരി ഫ്ലോയി ആൻഡ് വെരി കംഫർട്ടബിൾ. അടുത്തത് നമ്മുടെ പാക്കിംഗ് വീഡിയോ ആയിരിക്കും. അതിലറിയാം പ്രിയ എന്തൊക്കെയാണ് നമ്മൾ അടുത്ത ട്രിപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അതിലറിയാൻ പറ്റും കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്, എന്തൊക്കെയാ ഇടാൻ പോണേന്ന്. അതെ, എന്തായാലും അടിപൊളി. എല്ലാ കളക്ഷൻസും അപ്പം ഉണ്ട്. സോ ക്രിസ്മസ് ബേസ്ഡും ഉണ്ട്, കാഷ്വൽ ബേസ്ഡ് ഉണ്ട്, പിന്നെ ഷോപ്പ് കുറച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ക്രിസ്മസ് ഒരു ഹാപ്പി സ്റ്റോറിന്റെ കൂടെ ആഘോഷിക്കും. പ്ലീസ് ഡു കം, വി ആർ വാർംലി ഇൻവൈറ്റിംഗ് യു. ഐ ഹോപ്പ് എവരിബഡി ലൈക്ഡ് അവർ ഔട്ട്ഫിറ്റ്സ്. ബാങ്കോക്ക് ഫാഷനും മൊത്തം ഹാപ്പി സ്റ്റോറിലെ. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോഴേ പ്രിയ ഒരുങ്ങത്തുള്ളൂ. എനിക്ക് എന്റെ ട്രാവൽസിനെ കുറിച്ചും കൂടെ പറയാനുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത പാക്കിംഗ് വ്ളോഗിൽ കാണാം. ആൻഡ് ഗൈസ്, നമ്മുടെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചൈനയിൽ പോയി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ്. സോ ഞങ്ങൾ ആക്ച്വലി അങ്ങനത്തെ ഒരു ട്രാവൽ ഏജൻസി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെ നമ്മൾ കുറച്ച് ഒരു മാക്സിമം ഒരു വളരെ എക്സ്ക്ലൂസീവ്, കൂടുതൽ ഫാമിലീസും ലേഡീസും മാത്രമാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. മാക്സിമം ഒരു 20 പീപ്പിളിനെ വെച്ച് ഞങ്ങൾ March 7th ചൈനയിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ദർ ബി സൈറ്റ് സീയിങ്, എക്സ്പ്ലോറേഷൻ. അതിൻ്റെ കൂടെ നമുക്ക് വിശ്വസ്തമായിട്ടുള്ള മാർക്കറ്റ്സിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ, അത് ഡ്രസ്സസ് ആണെങ്കിലും ഡീകോർ ആണെങ്കിലും എന്താണെന്ന് നിങ്ങളുടെ റിക്വയർമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ അങ്ങനത്തെ മാർക്കറ്റ്സിൽ നിങ്ങളെ പേഴ്സണലി കൊണ്ടുപോകും, നമ്മളും കാണും. പ്ലസ് നിങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ലൈക്ക് സംതിങ്, അല്ലെങ്കിൽ ഐഡിയാസിന് വേണ്ടിയാണെങ്കിൽ ജസ്റ്റ് വിസിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് തന്നെ അത് നിങ്ങളുടെ വീട്ടിൽ വരെ എത്തിക്കാൻ പറ്റും. യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് എനിത്തിങ് എനിവെയർ ഇൻ ദ വേൾഡ്. സോ അങ്ങനത്തെ വർക്കും നമ്മുടെ കൂടെ ഒരു ട്രാവൽ വിത്ത് ചൈന എന്ന് പറഞ്ഞ ഒരു ട്രിപ്പ് ഉണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഈ അടിയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി സം ബിസിനസ് ഐഡിയാസ്. നമ്മൾ ട്രാവലിംഗിലാണ് നമുക്ക് ഇതെല്ലാം തുടങ്ങാൻ പറ്റിയത്. സോ ഇറ്റ് വിൽ ബി ട്രിപ്പ് ഫോർ ബിസിനസ് ഐഡിയാസ്, ഫൺ, എക്സ്പ്ലോറേഷൻ, ഫുഡ്, ഷോപ്പിംഗ് എല്ലാം കൂടെ ഉള്ളതായിരിക്കും. ഒരു 10 days ട്രിപ്പാണ്. ആൻഡ് ഡീറ്റെയിൽസിന് വേണ്ടി നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്ക് ചൈനയിലും പോയി അടിച്ചു പൊളിക്കാം. അടിച്ചുപൊളിയുടെ കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനും പറ്റും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബിസിനസ് ഐഡിയാസും കിട്ടും. സോ എന്തായാലും നമുക്കിനി കുറേ ട്രാവൽസ് വരുന്നുണ്ട്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു കോൺടാക്ട് ദിസ് നമ്പർ. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.